യുഡിഎഫിന്റെ വിജയത്തിന് പിന്നാലെ കാസർഗോഡ് എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സഹപ്രവർത്തകന്റെ ഭീഷണി സന്ദേശം. ക്യാമ്പിൽ പ്രധാന ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഉടൻ സ്ഥാനമൊഴിയണമെന്ന് കോൺഗ്രസ് അനുകൂല സംഘടനാ അംഗമായ ഉദ്യോഗസ്ഥന്റെ ഭീഷണി. സീനിയർ CPO നിക്സൺ ആർണോൾഡ് ഫെർണാണ്ടസ് ആണ് വാട്സാപ്പ് ഗ്രൂപ്പിൽ ഭീഷണി സന്ദേശം അയച്ചത്. 10 വർഷമായിട്ട് ഭരണം മാറിയാണ്. സ്വാഭാവികമായി DD MD എയർ ക്യാമ്പിൽ കുറെ പ്രൊസീജിയർ ഉണ്ട്. അവിടെ സ്വാഭാവികമായി രാജിവെച്ച് മാറിക്കൊടുക്കുക. ഒരുത്തരും അവിടെ കാണാൻ പാടില്ല. ബാക്കിയുള്ള ആൾക്കാരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യും, അല്ലെങ്കിൽ പറിച്ചറിയും. സ്വാഭാവികമായി നമ്മളിവിടെ എയർ ക്യാമ്പിലുണ്ട്, ഇവിടെ കുറെ ആൾക്കാരുണ്ട്. നമ്മൾ കഷ്ടനഷ്ടങ്ങളും കാര്യങ്ങളും സഹിച്ച് 10 വർഷമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പുതിയ ടീം വന്ന് ജോയിൻ ചെയ്യുമ്പം അവർക്ക് ഷെയ്ക്കാൻഡ് കൊടുത്ത് പിരിയുക. ഭരണം മാറി, രീതി മാറി, ഇനി ഒരുത്തരും ഇവിടെ ശബ്ദിക്കത്തില്ല കേട്ടോ. ഒരു എക്സ്ക്യൂസും ഇല്ല. മാറ്റിയില്ലെങ്കിൽ അതിന്റെ സ്വഭാവം നടന്നതാണ്. ഇപ്പോൾ പ്രദീപ് കാസർഗോഡ് നിന്ന്. പ്രദീപ്, ഭരണം മാറുമ്പോൾ ചിലരുടെ തനിനിറം പുറത്താകും. നേരത്തെ ആ എയർ ക്യാമ്പിൽ തന്നെയാണെന്ന് ഉറപ്പില്ല. UDF ഭരണം കിട്ടിയപ്പോൾ എയർ ക്യാമ്പിൽ ആഹ്ലാദ പ്രകടനവും നമ്മൾ കണ്ടിരുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? ആരാണ് ഈ ഉദ്യോഗസ്ഥൻ? ആരെയാണ് വിരട്ടുന്നത്? എന്തിനാണ് ഈ വിരട്ട്? സുഹേൽ, തീർച്ചയായും കഴിഞ്ഞ ദിവസമാണ് കാസർഗോഡ് എയർ ക്യാമ്പിൽ ഇത്തരത്തിൽ ഭരണം മാറിയതിന് പിറ്റേ ദിവസം എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥർ ത്രിവർണ്ണ നിറത്തിലുള്ള കേക്ക് കട്ട് ചെയ്ത് ആഘോഷം നടത്തിയ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അന്ന് ആഘോഷം നടത്തിയത് ഈ പറയുന്ന രീതിയിൽ സമാനമായി കാസർഗോഡ് എയർ ക്യാമ്പിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപമുള്ള എയർ ക്യാമ്പിലെ ഡ്യൂട്ടി ഡീറ്റെയിലിംഗ് ഓഫീസർമാരെ മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കത്ത് നൽകുകയും തുടർന്ന് അവരെ മാറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 30ഓളം വരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ കേക്ക് കട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായത്. ഇതിന് പിന്നാലെയാണ് കാസർഗോഡ് അതേ എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അടങ്ങുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇത്തരം ശബ്ദ സന്ദേശം വരുന്നത്. സീനിയർ സിവിൽ പോലീസ് ഓഫീസറായ നിക്സൺ ആർണോൾഡ് ഫെർണാണ്ടസിന്റെ ശബ്ദ സന്ദേശമാണ് കഴിഞ്ഞ ദിവസം ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നത്. എന്തായാലും ആ സന്ദേശങ്ങളൊക്കെ തന്നെയും ഗ്രൂപ്പ് അഡ്മിൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഭരണം മാറി, കാലം മാറി, 10 വർഷം ഞങ്ങൾ സഹിച്ചു, ഇനി അത് പറ്റില്ല, ഇപ്പോൾ ഡ്യൂട്ടിയിൽ ഇരിക്കുന്ന ആളുകൾ മാറണമെന്നാണ് ആ ഗ്രൂപ്പ് സന്ദേശത്തിൽ പറയുന്നത്. പ്രധാന ചുമതലകളിലുള്ള ഉദ്യോഗസ്ഥർ സ്ഥാനമൊഴിയണം, പിന്നെ രാജിവെച്ച് മാറിയില്ലെങ്കിൽ പറിച്ചെറിയും, അത്തരത്തിലുള്ള ഭീഷണിയാണ് ആ ഉദ്യോഗസ്ഥൻ എന്തായാലും ഉന്നയിക്കുന്നത്. എന്തായാലും അങ്ങനെ ഉള്ള ഒരു സംഭവ വികാസങ്ങൾ കാസർഗോഡ് എയർ ക്യാമ്പിൽ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടക്കുന്നുണ്ട്. സുഹൈ, ഭരണം മാറുമ്പോൾ പോലീസും മാറുന്ന ഇത്രയും ദിവസം ഒത്തൊരുമിച്ച് ഒരേ യൂണിഫോം ജോലി ചെയ്ത ഉദ്യോഗസ്ഥരാണ് ഭരണം മാറിയപ്പോൾ തന്നെ സഹപ്രവർത്തകരെ വിരട്ടുന്നത്. അവിടെ നിന്ന് വേരോടെ പിഴുതെറിയും, അതായത് തെറിപ്പിച്ച് കളയുമെന്നൊക്കെയാണ് ആഭ്യന്തര വകുപ്പും ആഭ്യന്തര മന്ത്രിയുമൊക്കെ ഉണ്ടാകുന്ന മുമ്പ് തന്നെ പോലീസുകാരന്റെ, കോൺഗ്രസ് അനുകൂല സംഘടനയുടെ പോലീസുകാരന്റെ വിരട്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.